ഉമ്മക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നതോ അല്ല. ഒരിക്കലും ആ ഉമ്മ എന്നെ, ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ഉമ്മാന്റെ വാക്ക് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ ട്രാൻസ് ആയി പോയതാണ്. വിടില്ലടി, നീ ആരോടി ചോദിക്കാൻ? അവനെ ഞാൻ വിടൂലടി. അവനക്ക് പറയാൻ മാനക്കെടില്ലല്ലോ ജാസിക്ക്. എന്തൊക്കെ പറയണ ഒരു പെറ്റ തള്ള കേൾക്കണ വർത്താനാണ് അവൻ പറയണത്. നല്ല തെറി പറയാറില്ല, വെറും പറയണം. അങ്ങനെ ചിത്ത വിളിക്കും. ഞാൻ ആഷിക്കിന് ഫോൺ വിളിച്ച് അവനെ ഫോൺ. കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ, ഉന്നത നിലയിലുള്ള ആൾക്കാർ കല്യാണം കഴിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്തരം ആൾക്കാര്, പിന്നെ അതിൽ ഉമ്മ കുറെ കള്ളങ്ങൾ പറഞ്ഞത്. ഞാൻ ഉമ്മാനെ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറി പറഞ്ഞിട്ടില്ല. ആ ഉമ്മ വീഡിയോസ് ഇറക്കട്ടെ, ഞാൻ തെറി പറഞ്ഞൊരു വോയിസ് ഉണ്ടെങ്കിൽ അത് ഇറക്കട്ടെ. ആ ഉമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഉമ്മ എന്ന ഒരു പടികണ്ടാണ് അവൻ പറയണത്. നല്ല തെറി പറയാറില്ല, വെറും പറയണം. അങ്ങനെ ചിത്ത വിളിക്കും. ഞാൻ ആഷിക്കിന് ഫോൺ വിളിച്ച് അവനെ ഫോൺ വിളിക്കുക. ഉണ്ടാ ഫോണിന്റെ മോനിക്ക് കൊടുക്കണം. നിന്നാരാടാ വിളിച്ചത്? ഈ ഫഹദ് ഒരു ബൈസെക്ഷൽ ആണ്, അല്ലെങ്കിൽ ലുലുന്ന് എന്തോ മോഷ്ടിച്ചത്. ഞാൻ അങ്ങനെ ഒരു മോഷ്ടിക്കുന്ന ആളല്ല. നമുക്കറിയാം ലുലുന്ന് ഒരു പിന്നെ പോലും മോഷ്ടിക്കാൻ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞാൽ അത് ഇതിന്റെ എല്ലാം പിന്നോടിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ഫഹദും നന്ദിനിയാണെന്നുള്ളത് വളരെ ഈസി. കാരണം അവർക്ക് വേണ്ടത് എന്നെ താറടിക്കുക, എന്റെ പേര് എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കുക. അതാണ് അവരുടെ മോട്ടീവ്. ഉമ്മ പലപ്പോഴും അത് പറയുന്ന കാര്യങ്ങളിൽ ഈ ഫഹദ് ഒരു ബൈസെക്ഷൽ ആണ്, അല്ലെങ്കിൽ ഒരു ഫഹദ് അങ്ങത്താനല്ല. ഫഹദിന്റെ നാട്ടിൽ പോയ അന്വേഷിച്ചു. ഫഹദ് നല്ലൊരു മനുഷ്യനാണ്. അവരൊക്കെ സംസാരിക്കാൻ ഡീസന്റ് ആണ്. ഡ്രഗ്സോ കാര്യങ്ങളെന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളൊന്നുമല്ലല്ലോ. ഉണ്ട് എന്നൊക്കെ പറയണത് നമുക്കറിയില്ല. ഡ്രഗ്സ് ഉപയോഗിക്കണ്ടെന്നൊക്കെ പറയണത്. ഇവിടുന്ന് പോകണമെന്നുണ്ടായിരുന്നു. എനിക്കൊരു കല്യാണം വീട്ടിൽ പോയ ആഷിക്കിന്റെ അമ്മ, ആഷിക്ക് എന്താ അങ്ങനെ എല്ലാരും അത് ചോദിക്കണവരോട്. അവൻ വന്നില്ല പറഞ്ഞ ഞാൻ മരിച്ചാലടക്കം എന്റെ മയ്യത്ത് പോലെ കാണാൻ ഇപ്പല്ലാത്ത ബന്ധപ്പ്. ഞാൻ തെറി പറഞ്ഞൊരു വോയിസ് ഉണ്ടെങ്കിൽ അത് ഇറക്കട്ടെ. ആ ഉമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഉമ്മ എന്ന ഒരു പടികണ്ണ് വെച്ച് ഞാനത് ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ലുലുന്ന് എന്തോ മോഷ്ടിച്ചത്. ഞാൻ അങ്ങനെ ഒരു മോഷ്ടിക്കുന്ന ആളല്ല. നമുക്കറിയാം ലുലുന്ന് ഒരു പിന്നെ പോലും മോഷ്ടിക്കാൻ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞാൽ അത് ഇതിന്റെ എല്ലാം പിന്നോടിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്